ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2025 ജനുവരി മാസം 2-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ് പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് ഈ വ്യാഴാഴ്ച ദിവസം അനുകൂലമായ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും തൊഴിൽ ഗുണവും ഒക്കെ അനുകൂലമായി നിൽക്കുന്നു. മാതൃഗുണം അവർക്ക് അനുകൂലമാണ്. പിതാവിനെ കൊണ്ടും അനുകൂലമായൊരു സാഹചര്യമാണ് ഉള്ളത്. ചിലർ പിതാവുമായിട്ട് ശത്രുതയിൽ എത്തിച്ചേരുമെന്നുള്ളത് ഒഴിച്ച് ബാക്കിയുള്ള പല കാര്യങ്ങളിലും അവർക്ക് നേട്ടങ്ങൾ തന്നെയാണ്. എന്നാൽ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് ചിലർക്ക് വ്യാഴാഴ്ച ദിവസം അത്ര അനുകൂലമാകണമെന്നില്ല. അതുപോലെ തന്നെ സുഖസ്വസ്ഥാദേഹന്മ അത്ര അനുകൂലമാകണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. കാരണം രാഹു അവരെ സ്വാധീനിക്കുന്നവരാണെങ്കിൽ അവർക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു ദിവസമല്ല. അല്ലാത്തവർക്ക് ചന്ദ്രൻ 10-ൽ നിൽക്കുന്നു, 11-ാം ഭാവത്തിൽ ശുക്രനും ശനിയും യോഗം ചെയ്ത് നിൽക്കുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസത്തിൻ്റെ അധിപനായി വ്യാഴം അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ഒരു വ്യാഴാഴ്ച ദിവസമാണ്. നേട്ടങ്ങൾ ആദ്യം പറയാം. നേട്ടം എന്താണ്? അവർക്ക് ധനം വന്നു ചേരും, പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാൻ പറ്റും, ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്ത് ജീവിത വിജയം നേടുവാൻ പറ്റും, ഈശ്വരാധീനമുള്ളൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള മറ്റുള്ളവരുടെ ആദരവും പ്രശംസയും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള ഒരു പുരോഗതിയും ചിലർക്കൊക്കെ അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതും ഒരു സത്യാവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നേട്ടങ്ങളാണ് അവർക്ക് വന്നു ചേരുക. ഇനി കോട്ടങ്ങൾ പറയാം. കോട്ടങ്ങൾ എന്നുള്ളത് അവർക്ക് തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ അപ്രീതിക്ക് കാരണമാകുന്ന അവസ്ഥ സംജാതമാകും. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്ക് സാധ്യതയുണ്ട്. ചിലർക്ക് തൊഴിലിന് പോകാൻ പറ്റാത്ത സാഹചര്യം, അതായത് രോഗം, ദുഃഖം അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ മൂലം തൊഴിലിന് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അത് മുഖേന അവർക്ക് ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ചിലരെ സംബന്ധിച്ച് അവർക്ക് ഗവൺമെൻറ്റിൽ നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ, അതായത് കലാപരമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അത് മുഖേന കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നുമില്ല. അപ്പോൾ ഇതാണ് കോട്ടമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നേട്ടവും കോട്ടവും ഞാൻ പറഞ്ഞു തന്നു. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ജാതകർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കുന്ന ഒരു വ്യാഴാഴ്ച ദിവസമായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അവരുടെ ജീവിതത്തിൽ കുടുംബസുഖം അവർക്ക് കാര്യമായി ഉണ്ടാകണമെന്നില്ല എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. കുടുംബസുഖം കാര്യമായി ഉണ്ടാകണമെന്നില്ല. 2-ാം ഭാവത്തിനായ ചന്ദ്രൻ ഏറെക്കുറെ ബലം പ്രാപിച്ചു വരുന്നു. അതുകൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. ചന്ദ്രനാണെങ്കിൽ അഷ്ടമത്തിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുടുംബസുഖം, ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ അവർക്ക് അത്ര മെച്ചമാകണമെന്നുമില്ല. ഒരു പ്രശ്നമാണ്. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവം, മക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഉണ്ടാകുവാൻ സാഹചര്യം നിലവിലുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. 7-ൽ സൂര്യൻ നിൽക്കുന്നു, അതൊരു പ്രശ്നമാണ്. അപ്പോൾ ദാമ്പത്യ ജീവിത സുഖക്കുറവുണ്ടാകും. കുടുംബത്തിൻ്റെ അഭിവൃദ്ധി അല്ലെ ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല. മക്കൾക്ക് തിക്താനുഭവങ്ങൾ, പ്രത്യേകിച്ച് പെൺമക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഭാഗ്യക്കേടുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ധനപരമായ ചെലവ്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയൊക്കെയാണ് ഇവർ കടന്നു പോകുക. തൊഴിൽപരമായുള്ള നേട്ടം ഇവർക്ക് ഇല്ല. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വലിയ നേട്ടമുള്ള ഒരു സാഹചര്യമല്ല ഈ മിഥുനക്കൂറുകാർക്കുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ ഒരു ഏറെക്കുറെ അനുകൂലമായ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പോലും അവിടെ നഷ്ടം സംഭവിക്കാനും ശത്രുത വന്നു ചേരുവാനും ഒക്കെ സാധ്യതയുള്ള സമയം കൂടിയാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചപ്പോൾ അത്ര നല്ല സമയമല്ല എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് അവരുടെ 11-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നൊരു വ്യാഴാഴ്ച ദിവസമാണ്. അപ്പോൾ 11-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് നല്ലതാണ്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഇവരുടെ ഭാഗ്യഭാവത്തിൻ്റെ അധിപനുമാണ്. അതുപോലെ തന്നെ ഇവരുടെ 6-ാം ഭാവത്തിൻ്റെ അധിപനുമാണ്. അപ്പോൾ കടബാധ്യതകളിൽ നിന്നുള്ളൊരാശ്വാസം, ശത്രുതകളിൽ നിന്നുള്ളൊരാശ്വാസം, രോഗശമനം എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരുവാനും സാധ്യതയുള്ള ഒരു ദിവസമാണെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടവും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ അതൊരു നേട്ടം തന്നെയാണ്. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ വളരെ സഹകരണം ഇപ്പോൾ ഇവർക്കുണ്ടാകുന്നൊരു സമയം കൂടിയാണ്. ധനധാന്യ സമൃദ്ധിയും അങ്ങനെയുള്ള നല്ല ആരോഗ്യസ്ഥിതിയും ഒക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു സമയമാണ് ഇപ്പോൾ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ തൊഴിലിടങ്ങളിൽ അവർക്ക്
അല്പം ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാരണം 10-ാം ഭാവാധിപൻ നീചനായിട്ടാണ് 12 നിൽക്കുന്നത്. അത് മുഖേന തൊഴിലിടങ്ങളിൽ ഒരു വാക്ക് പാലിക്കാനോ അല്ലെങ്കിൽ കൃത്യസമയത്ത് ജോലിക്ക് ചെല്ലുവാനോ അങ്ങനെയുള്ള അസൗകര്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ ഇടയുള്ള സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ രോഗസൗഖ്യം, കടബാധ്യതയിൽ നിന്നുള്ളൊരു ആശ്വാസം, ശത്രുതയിൽ നിന്നുള്ളൊരു മോചനം, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇവർക്ക് ദാമ്പത്യ ജീവിത വിജയം ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്നു. അത് മുഖേന ചന്ദ്രൻ ബലവാനായിട്ടല്ല, പൂർണ്ണ ബലവാനായില്ല, അതുകൊണ്ടാണ് അതിനൊരു കുറവ് വരുന്നത്. 7-ാം ഭാവത്തിൽ ചന്ദ്രൻ ബലവാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നേനെ. പക്ഷേ ചന്ദ്രൻ പൂർണ്ണ ബലവാനല്ലാത്തതുകൊണ്ട് എല്ലാ അനുഭവങ്ങളിലും പൂർണ്ണമായിട്ടുള്ള നല്ല അനുഭവങ്ങൾ വന്നു തരണമെന്നില്ല, തൃപ്തികരമായിട്ട് വന്നു തരണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയാണ് കർക്കിടകക്കുറവ് കടന്നു പോകുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും ചിങ്ങക്കുറാണ്. ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം ഒട്ടുമിക്ക ജാതകരുടെയും, അതായത് ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽ നാളുകാരുടെ ഒട്ടുമിക്ക ആൾക്കാരുടെയും ജീവിതത്തിൽ നല്ല തൊഴിൽ സാഹചര്യങ്ങളും തൊഴിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ട്. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ വളരെ പരിതാപകരമായ സാഹചര്യമുണ്ട്. അവർക്ക് ഇഷ്ടംപോലെ തൊഴിലുണ്ട്, തൊഴിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ചിലർ വളരെ കഷ്ടപ്പെട്ടിട്ടും തൊഴിൽപരമായിട്ടുള്ള ഒരു നേട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. എത്ര കഷ്ടപ്പെട്ടിട്ട് അവർക്ക് ധനം തികഞ്ഞു പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടിയാണ് ഈ ചിങ്ങക്കുറാർ ഇപ്പോൾ കടന്നു പോകുക. കാരണം വ്യാഴം അവരുടെ 10-ാം ഭാവത്തിൽ നിൽക്കുന്ന രാജയോഗം തന്നെയാണെങ്കിലും അഷ്ടമത്തിൻ്റെ അധിപനാണ് വ്യാഴം. അഷ്ടമത്തിൻ്റെ അധിപനാണ് തൊഴിൽ ഭാവത്തിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അഷ്ടമത്തിൻ്റെ അധിപന് കേന്ദ്രാധിപത്യം വരുന്നത് നല്ലതല്ലെന്നാണ് ജ്യോതിഷം, കേന്ദ്രത്തിൽ വരുന്നത് നല്ലതല്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെ നിന്നാലേ എത്ര കഷ്ടപ്പെട്ടാലും ധനം തികയാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചിങ്ങക്കൂറുകാർ ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ പോയി അതിനുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല, ചിലർക്ക് മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഇപ്പോൾ ഈ വ്യാഴത്തിൻ്റെ 10ലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. വ്യാഴം 10-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. പക്ഷേങ്കിൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിൻ്റെ അധിപനും കൂടിയാണ് വ്യാഴം. അതുകൊണ്ടാണ് ഈ സമ്മിശ്രമായ അനുഭവങ്ങൾ വരുന്നത്. ചിലർക്ക് നല്ല നേട്ടം തന്നെയാണ്, ചിലർക്ക് വലിയ ദോഷം ചെയ്യുന്നു. ശാരീരികമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ജോലിക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ചിലർക്ക് കിട്ടുന്ന ധനം തികയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉള്ള ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നു. ദാമ്പത്യ ജീവിതവും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നു. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളും ഏറെക്കുറെ കുഴപ്പമില്ലാതെ പോകുന്നു. അങ്ങനെ ഒക്കെ പോയാലും തൊഴിലിടങ്ങളിൽ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാർക്ക് ഈ വ്യാഴാഴ്ച ദിവസം ഭാഗ്യഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് ഭാഗ്യാനുഭവങ്ങളൊന്നും എല്ലാവർക്കും കൊടുക്കുന്നില്ല. അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ എങ്കിലും വ്യാഴം ഇവർക്ക് ദോഷം ചെയ്യാത്തൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. വലിയ ഭാഗ്യാനുഭവങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും എങ്ങനെയുമൊക്കെ അവരെ സഹായിച്ചൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വ്യാഴത്തിനുള്ളത്. വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ മീനൻ രാശിയിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഈ ജാതകർ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ജന്മഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് കള്ളം പറയേണ്ട സാഹചര്യങ്ങളുണ്ട്. മനഃപൂർവ്വമല്ല, ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ കള്ളമൊക്കെ പറയുന്നു. അത് രാഹുവും കേതുവും ചെയ്യുന്നൊരു ദോഷം കൊണ്ടാണ് അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ 9-ൽ നിൽക്കുന്ന വ്യാഴം കന്നിക്കൂറിൽപ്പെട്ട സ്ത്രീ ജാതകരെ സംബന്ധിച്ചാണെങ്കിൽ 9-ൽ വ്യാഴം നിന്നാൽ അവർ ഭാഗ്യവതികളാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേങ്കിൽ ആ 9-ൽ വ്യാഴം നിൽക്കുമ്പോൾ ആ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ രാഹു നിൽക്കാൻ പാടില്ല. അപ്പോൾ അത് തടസ്സപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രഹം പൂർണ്ണമായിട്ടും പെർഫെക്റ്റായിട്ടും നല്ല പവർഫുള്ളോടുകൂടി ആ ഭാവത്തിലും വ്യാഴം തനിച്ച് നല്ല ബലവാനായിട്ട് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ഒരു ശുഭഗ്രഹം കൂടെ നിൽക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ അത് ഭാഗ്യാനുഭവം തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ശരിക്കും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുക. ഇപ്പോഴത്തെ സ്ഥിതിയിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ടും ഇവരുടെ ജന്മത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ടും വലിയ ഭാഗ്യാനുഭവങ്ങളൊന്നും തുണയ്ക്കുന്ന ഒരു സമയമല്ല. പിന്നെ ഈശ്വരനെ വിളിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഇങ്ങനെ മുമ്പോട്ട് തുഴഞ്ഞു പോകാനേ പറ്റുകയുള്ളൂ എന്നുള്ളതും കൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. കുടുംബസുഖം ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല, എങ്കിലും ആശ്വാസത്തിൽ കൂടി വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്ന സമയം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ ചിലർക്ക് അത്ര നേട്ടമല്ല, എന്നാൽ ചിലർക്ക് സന്തോഷം തരുന്ന അനുഭവങ്ങളൊക്കെ മക്കളെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടിയാണ് പോകുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ വലിയ തൃപ്തികരമായ അനുഭവങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ ലാഭകരമായ അനുഭവങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നില്ല. ഒരു വല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് കന്നിക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായ ഭാഗത്തു നിന്നുള്ള ചതിയും വഞ്ചനയും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതിയായി വിശ്വസിക്കുന്നതിന് തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ
ജീവിതത്തിൽ കടബാധ്യതകളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ മറ്റു പല വിധത്തിലുള്ള പ്രതിസന്ധികളും ഒക്കെ ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ്. ഇപ്പോൾ ഇവർക്ക് ആശ്വാസമായിട്ടുള്ളത് എന്ന് പറയുവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിലുള്ളത് ഈ ധനുമാസത്തിൽ 3-ാം ഭാവത്തിൽ സൂര്യൻ വന്ന് നിൽക്കുന്നതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഈ സുഹൃത്തുക്കൾ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും വരാതെ പോകാൻ, മുമ്പോട്ട് ചതിയിൽപ്പെടാതെ പോകാൻ പറ്റുന്നൊരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതും കൂടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യം, സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള ചതിയോ വഞ്ചനയോ അവർ വിശ്വാസവഞ്ചനയോ അല്ലെങ്കിൽ വാക്ക് പറഞ്ഞിട്ട് വാക്ക് പാലിക്കാതെയൊക്കെ വരുമ്പോഴുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഏറെക്കുറെ വലിയ ദോഷം ചെയ്യാത്തൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. എങ്കിലും രാഹുവും ശനിയും ഒക്കെ ഇവരുടെ ജീവിതത്തെ പുറകോട്ട് വലിക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കേട്ട നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം അവർക്ക് 7-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നല്ല അനുഭവങ്ങളെയാണ് കൊടുക്കേണ്ടത്. വ്യാഴം 7 നിന്നാൽ വിദേശ ജോലി, വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഉണ്ടാക്കുക, അതുപോലെ തന്നെ വിവാഹം നടക്കേണ്ട സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ, കുടുംബസുഖവും ധനപരമായ നേട്ടവും, തൊഴിൽ പുരോഗതി, വിദേശ രാജ്യത്തുള്ള ജോലി, ദാമ്പത്യ ജീവിത വിജയം, അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരേണ്ട സമയമാണ്. പക്ഷേങ്കിൽ ഈ വൃശ്ചികക്കൂറുകാർക്ക് ഇത് വന്നു ചേരുന്നില്ല. അതിൻ്റെ കാരണം ഇവരുടെ 5-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു. കാര്യവിജയം, ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും തടസ്സമാണ്, തടസ്സം. 4-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും നേട്ടം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇങ്ങനെ അവരുടെ ജീവിതത്തെ പുറകോട്ടടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നോക്കുമ്പോൾ ഗ്രഹസ്ഥിതി പ്രകാരം 7-ൽ ബലവാനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നതുകൊണ്ട് വ്യാഴം എല്ലാം നേടിത്തരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷെങ്കിൽ വ്യാഴം നിൽക്കുന്നതാകട്ടെ, വ്യാഴം ശത്രുവായിട്ട് കാണുന്ന ശുക്രൻ്റെ ക്ഷേത്രത്തിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് രാഹുവിൻ്റെ ഉപദ്രവം കൊണ്ടും അതുപോലെ തന്നെ ശനിയുടെ ദോഷം കൊണ്ടും ഒക്കെ ഇവർക്ക് വലിയ നേട്ടങ്ങളൊന്നും, ജീവിത പുരോഗതി ഉണ്ടാകാത്തൊരു സമയമാണ് ഈ വൃശ്ചികക്കൂറുകാർക്ക് എന്നുള്ളത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഭാഗ്യാനുഭവങ്ങളൊന്നും തന്നെ അവരെ തേടി വരുന്നൊരു സമയമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ ചിലരൊക്കെ ഭാഗ്യം കൊണ്ട് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നുണ്ട്, ചിലർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം രോഗം, ദുഃഖം, കടബാധ്യതകളിൽ ആശ്വാസം വന്നിരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. എങ്കിലും അവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധി അവരെ അലട്ടുന്നുണ്ട്. അവർക്ക് തൊഴിൽ പ്രതിസന്ധി അവർക്കുണ്ട്, ദാമ്പത്യ ജീവിത പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അവരുടെ കേന്ദ്രഭാവത്തിൻ്റെ അധിപനായ 7-ൻ്റെയും 10-ൻ്റെ അധിപനായ ബുധൻ 12-ലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, ദാമ്പത്യ ജീവിത സുഖക്കുറവുകൾ, തൊഴിലിടങ്ങളിലെ പ്രതിസന്ധി, മേലധികാരിയുമായിട്ടുള്ള ശത്രുത, അല്ലെങ്കിൽ തൊഴിലിന് പോകാൻ ഒരു താല്പര്യക്കുറവ്, അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ചിലർക്കൊക്കെ ഉണ്ടാകും. എന്നാൽ ചിലർക്ക് ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് ഇതൊന്നും അനുഭവിക്കാതെ അവർ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും മറ്റു കാര്യങ്ങളെല്ലാം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. ഇപ്പോൾ അവർക്ക് 3-ാം ഭാവത്തിൽ ശനി ശുക്ര യോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ടും 2-ൽ ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ടും വ്യാഴാഴ്ച ദിവസം അവർക്ക് വലിയ ദോഷങ്ങളൊന്നും വന്നു ചേരുന്ന ദിവസമല്ല. മാതാവ് മുഖേനയും തൊഴിൽ മുഖേനയൊക്കെ ധനം വന്നു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള വളരെ നേട്ടം അനുഭവിക്കാനും സാധ്യതയുള്ള വ്യാഴാഴ്ച ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം വ്യാഴം അവരുടെ 5-ാം ഭാവത്തിൽ നിൽക്കുന്നൊരു ദിവസമാണ്. കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. മാത്രമല്ല അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ വന്ന് നിൽക്കുന്നു, 2-ൽ ശനിയും ശുക്രനും നിൽക്കുന്നു. അപ്പോൾ അവർക്ക് ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ്. തൊഴിൽപരമായുള്ള നേട്ടം, തൊഴിൽ കൂടിയുള്ള ധനവരവ്, അങ്ങനെ നല്ല അനുഭവങ്ങൾ വ്യാഴാഴ്ച ദിവസം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെ 12-ൽ നിൽക്കുന്ന സൂര്യൻ മുഖേന ഒരുപാട് കഷ്ടനഷ്ടങ്ങളൊക്കെ അനുഭവിച്ചവർക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാകാൻ പോവുകയാണ്. ചന്ദ്രൻ ബലവാനായി വരുന്നു. അപ്പോൾ ചന്ദ്രൻ ബലവാനായി കഴിഞ്ഞാൽ 12-ലെ സൂര്യൻ്റേതായ ദോഷങ്ങളൊന്നും ഇനി ഇവർക്ക് വന്നു ചേരത്തില്ല. അപ്പോൾ ഇവർക്ക് ഉടനെ എങ്ങും മോശമായ സാഹചര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ദാമ്പത്യ ജീവിത വിജയവും തൊഴിൽ പുരോഗതിയും എല്ലാവർക്കും കാര്യമായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. ശനി ശുക്ര യോഗം എന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിൽ പ്രവർത്തന മേഖലകളിലൊക്കെ നല്ല ആരോഗ്യത്തോടുമൊക്കെ ഏത് കാര്യത്തിലും തൻ്റെ ഇടത്തോടു കൂടി ചെയ്യുവാൻ പറ്റുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളത് മകരക്കൂറുകാർ മനസ്സിലാക്കുക. വ്യാഴാഴ്ച ദിവസം നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് മകരക്കൂറുകാരുടെ 2-ാം ഭാവത്തിൽ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട 2 ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട്. അത് സുനഭായോഗം എന്ന് പറയുന്ന രാജയോഗ തുല്യമായ അനുഭവത്തെ കൊടുക്കുന്നു. ചന്ദ്രൻ പൂർണ്ണമായും ബലവാൻ അല്ലാത്തത് കൊണ്ട് ഈ രാജയോഗം പൂർണ്ണമായും വന്നു ചേരണമെന്നില്ല. എങ്കിലും ഒരു 70%, 60-70% ഒക്കെ രാജയോഗ തുല്യമായ അനുഭവങ്ങൾ വ്യാഴാഴ്ച ദിവസം ഈ മകരക്കൂറുകാർക്ക് ലഭിക്കും. മകരക്കൂറുകാർക്ക് ഉള്ള അനുഭവത്തെക്കുറിച്ചാണ് സുനഭ രാജയോഗം എന്ന് ഈ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. അത് മകരക്കൂറുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക.
ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൻ 2 പാദം ചതയം പൂട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് വ്യാഴാഴ്ച ദിവസം വലിയ ദോഷം വന്നു ചേരാത്തൊരു ദിവസമാണ്. നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് അവരുടെ ജന്മഭാവത്തിൽ ശനി ശുക്ര യോഗം ഭാഗ്യാധിപനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നു. ഭാഗ്യമായ അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് നല്ല അനുഭവങ്ങളുണ്ട്. ഭാര്യ ഭർത്താവ് മുഖേനയുള്ള ദാമ്പത്യ ജീവിതം മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരെ തേടി വരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. തൊഴിൽപരമായി അത്ര അനുകൂലമല്ല എങ്കിലും അതുപോലെ തന്നെ സുഹൃത്തുക്കൾ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം കാര്യമായി ഉണ്ടാകണമെന്നില്ല എങ്കിൽ പോലും അവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ചിലർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായെന്ന് വരാം. എങ്കിലും വലിയ തരക്കേടില്ലാത്ത അനുഭവം തന്നെ കുംഭക്കൂറുകാർക്ക് ഈ വ്യാഴാഴ്ച ദിവസം പ്രതീക്ഷിക്കാം. കാരണം അവരുടെ കേന്ദ്രഭാവത്തിൽ വ്യാഴം ബലവാനായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ അവർക്ക് അനുകൂലമായി വന്നു ചേരും എന്നുള്ളതും പ്രത്യേകം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാതികാൽ ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം അവർക്ക് സുഖസ്വസ്ഥ ദേഹന്മാർ അനുകൂലമാകണമെന്നില്ല. കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല. അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ, ദാമ്പത്യ ജീവിത ഭാഗ്യാനുഭവങ്ങൾ അല്ലെങ്കിൽ അവർക്ക് തൊഴിൽപരമായുള്ള നേട്ടമൊക്കെ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തെ കൊടുക്കുന്നു. അത് മുഖേനയുള്ള നല്ല ദാമ്പത്യ ജീവിതം, നല്ല മക്കൾ, ഭാര്യ ഭർത്താവ് മക്കൾ എന്നുള്ള അനുഭവത്തിലേക്ക് അവർ കടന്നു പോകും. എങ്കിലും ഇപ്പോൾ ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് പലരും പല വിധത്തിലുള്ള കഷ്ടതകളൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നവരാണ്. ഒരുപാട് പേര് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞവരുണ്ട്. ഒരുപാട് പേര് രോഗികളായി മാറിയിട്ടുണ്ട്. ജോലിക്കൊന്നും പോകാത്ത സാഹചര്യമാണ്. അവർ വളരെ അവർ വളരെ നല്ല ഒരു സുഷുപ്തിയിൽ ജീവിച്ചവരുണ്ട്. തനിക്കിതൊന്നും വന്നു ചേരത്തില്ല, തന്നെ കഴിഞ്ഞ് ആരുമില്ല എന്നുള്ളൊരു മനോഭാവത്തോടൊക്കെ ജീവിച്ച ഒരുപാട് പേര് ഇപ്പോൾ പെട്ടുകിടക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ 12ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ടാണ്. ശനി അവരെ പിടിച്ച് ഒലച്ച് അവരെ ഒരു അടകടപ്പിൽ ആക്കിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതായത് എഴുന്നേക്കാൻ മേലാത്ത സാഹചര്യത്തിലാക്കിയ ഒരുപാട് പേരുണ്ട്. ഞാൻ എപ്പോഴും പറയും, ശനി എന്ന് പറയുന്ന ഗ്രഹം 12ൽ വന്നാൽ, അനിഷ്ട സ്ഥാനങ്ങളിൽ വന്നാൽ കഷ്ടത ഉണ്ടാകും. അതിനുള്ള ഏറ്റവും വലിയൊരു പരിഹാരം എന്ന് പറയുന്നത് പ്രായമായവരെ ബഹുമാനിക്കുക. അതാണ് ഏറ്റവും വലിയൊരു. ശബരിമല പോകണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അയ്യപ്പനെ പോയി കണ്ടില്ലെങ്കിലും അയ്യപ്പൻ ആഗ്രഹിക്കുന്ന ഇതാണ്, പ്രായമായവരെ ബഹുമാനിക്കുക. അത് നിറം നോക്കരുത്, ജാതി നോക്കരുത്, വർണ്ണം നോക്കരുത്. ഒരു റോഡിൽ വെച്ചൊരു പ്രായമായ ഒരാളെ കണ്ടാൽ പോലും, ഒരു വൃദ്ധനെയോ വൃദ്ധയായ ഒരു സ്ത്രീയോ ഒരു അമ്മയോ അച്ഛനെയോ കണ്ടാൽ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ശനീശ്വരൻ പ്രസാദിക്കും. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ശനി 12ൽ നിന്നാലോ അല്ലെങ്കിൽ അഷ്ടമത്തിൽ നിന്നാലോ ഒന്നും ഒരു ദോഷവും വരത്തില്ല. അവർക്കെല്ലാം നേട്ടങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ശനീശ്വരൻ അവരെ അങ്ങ് അനുഗ്രഹിക്കുകയുള്ളൂ. അല്ലാത്തവരെയാണ്, ഈ പ്രായമായവരെ ബഹുമാനിക്കാത്തവരെയും അങ്ങനെയുള്ളവരെയൊക്കെയാണ് ഈ ശനീശ്വരൻ പിടിച്ച് അവരെ വീട്ടിൽ കിടത്തുന്നതിന് വരെ ആശുപത്രിയിൽ കൊണ്ടുപോയി കിടത്തും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഇപ്പോൾ മീനം രാശിക്കാർക്ക് ശനി 12ൽ നിൽക്കുന്നു. 3 മാസം കൂടി കഴിയുമ്പോൾ അവിടുന്ന് മാറുകയാണ്. പിന്നെ മേടക്കൂറുകാർക്കാണ് 12ലേക്ക് വരുന്നത്. അപ്പം മേടക്കൂറുകാർ ഇതാരെങ്കിലും കേട്ടാൽ, ഇതനുസരിച്ച് ജീവിച്ചാൽ അവർക്ക് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം സൂര്യൻ നൽകുന്ന നേട്ടങ്ങളാണ്. 10ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഇവർക്ക് തൊഴിൽപരമായുള്ള നേട്ടവും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയമൊക്കെ കൊടുക്കും. ഭാഗ്യകരമായ അനുഭവങ്ങൾ, ഭാര്യ ഭർത്താവ് മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും സുഖസ്വസ്ഥ ദേഹത്തിന്മേൽ അനുകൂലമാകണമെന്നില്ല. അതുപോലെ തന്നെ ഇവർക്ക് കുടുംബത്തിൻ്റെ ധനസ്ഥിതിയും കുടുംബസുഖവും ഒന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല എന്നുള്ളതൊരു ഒരു വസ്തുതയായി നിൽക്കുന്ന ഒരു വ്യാഴാഴ്ച ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ, ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 2025 വർഷഫലം, നിങ്ങൾ വർഷഫലം പല വീഡിയോകളും നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. പൊതുവായിട്ടുള്ള വർഷഫലമാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ 2025 വർഷം എന്ത് സംഭവിക്കും, ഓരോ മാസവും ഇന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിത്തരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ മാസവും ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് നടക്കുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വർഷഫലം എഴുതിത്തരുന്നു. അപ്പോൾ വർഷഫലം ആവശ്യമായിട്ടുള്ളവർ 1000 രൂപ അയയ്ക്കുക. അതോടൊപ്പം തന്നെ പേരും പേര്, ജനിച്ച തീയതി, ജനന സമയം, സ്ഥലം, ഇത്രയും കാര്യങ്ങൾ എഴുതി അയയ്ക്കുക. 1000 രൂപ ഗൂഗിൾ പേ അല്ലെ ഫോൺ പേ ചെയ്യുക. അതോടൊപ്പം തന്നെ പേര്, ജനനത്തീയതി, ജനിച്ച സമയം, സ്ഥലം, ഇതും കൂടി അയച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് എഴുതി അയച്ചു തരും. അപ്പോൾ താല്പര്യമുള്ളവർ 2025 വർഷം നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണെന്ന് അറിയണമെന്ന് താല്പര്യമുള്ളവർ ചെയ്യുക. കാരണം നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് മുന്നമേ അറിയാതെ നിങ്ങൾ പല കാര്യങ്ങളിലും പോയി ചാടി നിങ്ങൾക്ക് ലക്ഷങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നിങ്ങൾ 1000 രൂപ മുടക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ നേട്ടമാണോ കോട്ടമാണോ
എന്നറിയാൻ പറ്റും. അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു പോയാൽ നിങ്ങളുടെ ജീവിതം ഭദ്രമാകും. നിങ്ങൾ വലിയ സാമ്പത്തിക നഷ്ടത്തിലോ ശത്രുതയിലോ കേസിലോ പ്രശ്നങ്ങളോ ഒക്കെ അകപ്പെടാതെ നിങ്ങൾക്ക് രക്ഷപ്പെട്ട് ജീവിക്കാൻ പറ്റും. സർവീശ്വര്യ പൂജയിൽ ചേർന്നവർ ഇതിനകത്ത് ആകണമെന്നില്ല. അവർക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും പൂജയും ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർ ഇതിനകത്ത് വർഷഫലമൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവരെ മഹാദേവൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ 2025 വർഷം അവരുടെ ജീവിതത്തിലുള്ള സകലവിധമായ നേട്ടങ്ങൾ മഹാദേവൻ അവരെ കാത്തുപരിപാലിക്കും. അപ്പോൾ അല്ലാത്തവർക്ക് ഇതറിയണമെന്ന സർവീശ്വര്യ പൂജയിൽ ഏതെങ്കിലും കാരണവശാൽ ചേരാതെ പോയവർക്ക് അവരുടെ 2025 വർഷം അനുഭവങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അവർക്ക് തന്നെ അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ പങ്കുചേരുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.